ആദ്യമായിട്ട് SFIയുടെ ഫൗണ്ടിംഗ് മെമ്പറാണ് അങ്ങ്. SFIയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അന്ന് അങ്ങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പിന്നെ സെക്രട്ടറി ആയിട്ടും വന്ന ആളാണ്. പിന്നെ പാർട്ടി സെക്രട്ടറി ആയ കോടിയേരി ബാലകൃഷ്ണൻ. SFIയിലൂടെ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏജ് വൈസും അല്ലാതെയും ഏറ്റവും മുതിർന്ന നേതാവാണ് അങ്ങ്. പക്ഷെ പാർട്ടി ആ രീതിയിൽ അങ്ങേ മറ്റേ സംസ്ഥാന കമ്മിറ്റിക്ക് മേളിലേക്ക് അങ്ങ് ഒരിക്കലും വന്നില്ല. അത് എന്തുകൊണ്ടാണ്? എനിക്കതിലൊരു നിരാശയോ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 75 വയസ്സാവുന്ന ഇപ്പോൾ മാത്രമാണ്. അപ്പം അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ, കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2.5 വർഷം മുമ്പ് 75 വയസ്സായി എന്ന് എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് നോക്കി ചെയ്യുന്നതാണ്. അത് ഞങ്ങളുടെ അവിടെയൊക്കെ 3.5 വയസ്സാകുമ്പോൾ അക്ഷരം മൊത്തം ഞങ്ങളൊക്കെ പഠിക്കും. 3 വയസ്സായപ്പോൾ തന്നെ ഞാൻ മൊത്തം അക്ഷരം പഠിച്ചു. ഒരു ദിവസം 2 അക്ഷരം പഠിക്കും. രാവിലെ ഒന്ന് പഠിക്കും, വൈകിട്ടൊന്ന് പഠിക്കും. അപ്പോൾ 3.5 വയസ്സായാലും 6 വയസ്സ് ചേർക്കാൻ പറ്റുള്ളൂ. എൻ്റെ അനിയനെ ഞാൻ മരിച്ചുപോയ ഭുവനേശ്വരനെ ഞാൻ തന്നെ കൊണ്ടുപോയി ചേർത്തു. എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാധവക്കുറുപ്പ് സാറാണ് ഗവൺമെൻറ് LP സ്കൂൾ, പക്ഷേ ഇവിടെ സമ്മതിച്ചില്ല, 6 വയസ്സ് ചേർത്തു. എനിക്കറിയാം, അത് സാരമില്ല. അപ്പം ഞാൻ എഴുതി കൊടുത്തു. ഇപ്പോൾ SS സർട്ടിഫിക്കറ്റ് വെച്ചാണ് അവർ തീരുമാനിച്ചത്. എഴുതി കൊടുത്തു, എന്നെ ബ്രാഞ്ചിൽ വെച്ചാൽ മതി, DC അവിടെ തന്നെ വെക്കുകയും ചെയ്തു. ഞാൻ തന്നെ ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ എനിക്കതിൽ വിഷമമില്ല. എന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് 3 തവണയാണ് നിർദ്ദേശിച്ചത്. 3 തവണ. ആദ്യം എന്താ വെച്ചാൽ കൊല്ലം സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ്. കൊല്ലത്തൊരു സമ്മേളനം നടന്നു. ഇന്ന് ലോറൻസും രവീന്ദ്രനാഥും കൂടി ഞങ്ങളുടെ ഒരു ലോഡ്ജിലാണ് താമസിച്ചത്. ചിക്കലുവാനാണ് ബന്ധപ്പെട്ട ഒരു ലോഡ്ജുണ്ട് അവിടെ. ചിന്നക്കട പടിഞ്ഞാണ് റെയിൽവേ ക്രോസിൽ നിന്ന് വടക്കോട്ട് വരുമ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു പാർട്ടി സെക്രട്ടറിയിലേക്ക് വരണം. അപ്പോൾ ആലപ്പുഴയൊക്കെ നല്ല ക്ലിയറായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ചന്ദ്രാനന്ദൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. പുന്നപ്രഭ എല്ലാ സമരസേന അദ്ദേഹത്തെ സെക്രട്ടറിയേറ്റ് എടുത്തു. ഒറ്റ തവണ എടുത്തോളൂ, പിന്നെ എടുത്തിട്ടുമില്ല. അന്ന് ഞാൻ ഒഴിഞ്ഞു. പിന്നെ പിണറായി 2 സമ്മേളന കാലം തന്നെ ക്ഷണിച്ചു. ആദ്യം ട്രിവാൻഡ്രത്തൊരു സമ്മേളനം നടന്നപ്പോൾ എന്നോട് പറഞ്ഞു സുധാകരനെ സെക്രട്ടറിയേറ്റ് ഇരിക്കുക. ഞാൻ പറഞ്ഞു ഞാനില്ല സാറേ. നിർബന്ധിച്ചു, അങ്ങനെ പറ്റത്തില്ല, ഞങ്ങളെല്ലാം ഇല്ലേ. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി ഇരുന്നാണ്. എനിക്കത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നീരസത്തോടുകൂടി പറഞ്ഞു, സുധാകരനത് ഡിക്ലെയർ ചെയ്തു. പിന്നെ ആലപ്പുഴ സ്റ്റേറ്റ് സമ്മേളനം നടന്നു. ഞാനായിരുന്നു സെക്രട്ടറി, സഹസെക്രട്ടറി. ഇതുപോലെ സ്റ്റേറ്റ് സമ്മേളനം നടന്നിട്ടില്ല. മുമ്പേലായിട്ട് നടത്തി. VSൻ്റെ കുറച്ച് VS ഇറങ്ങിപ്പോയ സമ്മേളനം. ഒരില പോലും ഞാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാനത് ഡീൽ ചെയ്തു. അല്ല, ഞാൻ ഇത് 3ാമത്തെ. അപ്പോൾ അന്ന് സമ്മേളനം പിരിഞ്ഞ് സ്റ്റേറ്റ് സമ്മേളനം പിരിഞ്ഞ് ആ സ്റ്റേജ് വെച്ചത് SK ഓടിച്ചോടത്തിലാണ്, കളറോടുണ്ട്. അത് സെക്രട്ടറിയേറ്റ് തവണ വന്നേ പറ്റും. ഞാനില്ല. കുറേ നിർബന്ധിച്ചു, കോടിയേരി നിർബന്ധിച്ചാണ്. കോടിയേരി സെക്രട്ടറി ആയതെന്ന് ഞാൻ ഒഴിഞ്ഞു. അപ്പോൾ ഒഴിഞ്ഞ് ഞാൻ ഇരുന്നെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ കമ്മിറ്റി വരാൻ ഞാൻ ഒഴിഞ്ഞതാണ്. അതാരുടെ കുറ്റമല്ല, എനിക്ക് വേണ്ടെന്നില്ല. എനിക്ക് അതങ്ങനെ താല്പര്യം വന്നില്ല. എന്താണെന്നൊന്നും ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. അല്ല, 84 കറക്റ്റ് എറണാകുളം സമ്മേളനം. അതായത് രാഘവനെതിരെ ബദലിനെയൊക്കെ തള്ളിക്കളഞ്ഞു. 84. അങ്ങേക്കാൾ ജൂനിയറായ പലരും സെക്രട്ടേറിയറ്റിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് പറയാൻ പറ്റില്ല. കൊല്ലം സമ്മേളനം നടക്കുമ്പോൾ ആരും വന്നിട്ടില്ല. കൊല്ലം സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്ന അതിനൊക്കെ മുമ്പ് ലോറൻസ് രവീന്ദ്രനാഥും ഒക്കെയാണെന്ന് പ്രധാനപ്പെട്ട സാർ. അന്ന് ബേബി ഒന്നും സെക്രട്ടറിയിലൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി പോലും വന്നിട്ടില്ല. അന്ന് വന്നിട്ടില്ല. ബാക്കി 2 തവണയും വന്നു. അത് ശരിയാണ്. അതുകൊണ്ടൊന്നുമല്ല, അന്നും എന്നെ വിളിച്ചില്ല. എന്താ അങ്ങനെ ഇരുന്ന സെൻട്രൽ കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും വരാമല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഏറ്റവും മുതിർന്ന ഒരു നേതാവ് സെക്രട്ടേറിയറ്റിൽ പോകുന്നില്ല, അത് കഴിഞ്ഞ് CCയിലേക്ക് പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവില്ല. അത് അങ്ങ് പറയുന്നത് കാരണം ഹെൽത്ത് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ രണ്ടാമത് പറയുന്നത് എനിക്കൊന്നു എന്താ ഒഫീഷ്യലിയെങ്കിലും ഞങ്ങളൊക്കെ അറിഞ്ഞത് ഇനി ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വളരെ ക്ലിയർ ആയ റീസൺ? അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. 2 തവണയും പിണറായി നിർബന്ധിച്ചു. മറ്റേ രവീന്ദ്രനാഥൻ ലോറൻസ് അന്ന് പിണറായി സാഹു സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ അങ്ങനെ ഇല്ല. മനസ്സിലായോ? ഞാൻ അതിനൊന്നുമില്ല. ആ കൊല്ലം സമ്മേളനത്തിലാണ് EMSന് 13 വോട്ട് കുറഞ്ഞ സമ്മേളനം. അന്ന് ഞങ്ങളുടെയൊക്കെ പാർട്ടിയുടെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും ഔദ്യോഗിക പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ തോന്നിവാസമൊക്കെ എഴുതും എല്ലാ കാലത്തും.
VS പാർട്ടിയുടെ ഔദ്യോഗിക ലൈനിൽ നിന്ന കാലത്ത് എല്ലാം അങ്ങനെ തന്നെയാണ്. VS-നോടൊപ്പം VS ആണ് എന്നെ വളർത്തിയത്. VS ആണ്. VS ഇല്ലെങ്കിൽ ഞാൻ ഈ പൊസിഷനൊന്നും വരില്ല. പിന്നെ ശരിക്കും ആദ്യം എന്നെ കണ്ടുപിടിച്ചത് സ്റ്റേറ്റ് കണാരനാണ്. അദ്ദേഹമാണ് സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആക്കുന്നത് സഭയിൽ. മനസ്സിലായോ? സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആക്കി. പിന്നെ പറയുകയാണ് അത് സ്റ്റേറ്റ് കണാരനൊക്കെ വലിയൊരു സംഘാടകൻ കേരളത്തിൽ നിന്ന് വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹമൊക്കെ നമ്മളെ കണ്ടുപിടിച്ച അദ്ദേഹം. മനസ്സിലായി? അപ്പോൾ അത് VS അങ്ങനെയായിരുന്നു. പിന്നെ VS-ൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായതല്ല, ഞാൻ പറയണ്ടല്ലോ. പിന്നെ പിണറായി സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പം തന്നെ ഞാൻ തന്നല്ലോ. ഒരു കാലത്തും വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അത് കാണിക്കത്തു, ഇനിയും കാണിക്കത്തില്ല. VS-ലേക്ക് വരാം. പക്ഷേ സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയ ഒരു നേതാവ് സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിന് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് അങ്ങനെ കയറി പോകണമെന്ന് ആഗ്രഹം ഒരു കാലത്തുമില്ല. അപ്പോൾ ഞാൻ 2 തവണ മിനിസ്റ്ററായില്ലേ. എന്നെ ചീത്ത പറയാൻ വേണ്ടി രഹസ്യമായി ആളുകളെയൊക്കെ സംഘടിപ്പിച്ച്, ആരും പറയാറില്ല എന്നെ, ഫേസ്ബുക്കിലൊക്കെ ചുമ്മാതെ ഓരോന്ന് ഈ അടുത്ത കാലത്ത് എഴുതി പിടിക്കുന്നുണ്ട്. അതൊക്കെ ഫേക്ക് നെയിംസ് ആണ്. അതെല്ലാം ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾ തന്നെ, എല്ലാവരെയും അറിയാം. എന്തായാലും ഞാൻ പലപ്പോഴും ആലപ്പുഴ ഭാഗത്തുള്ള ഗ്യാങ്ങാണത്. അവർക്ക് ചെറിയ പേരൊക്കെ ജില്ലയുടെ പല ഭാഗത്തും കാണുമെന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആരാണെന്ന് ഞാൻ പറയാറില്ലേ, അത് അവർ നശിച്ചു അത്രയേ ഉള്ളൂ. അവരാരും നാട്ടുകാർക്കറിയാം. ഞാനതൊന്നും പറയത്തില്ല. ഞാൻ ഒരാളെയും ഈ പാർട്ടിക്കകത്ത് പേര് വെച്ച് അലക്കത്തില്ല. എനിക്ക് എൻ്റെ ഇത്രയും കാലം അലക്കയിൽ വേണ്ടുന്നതാണ്. എന്തെല്ലാം ദുഷ്ടത എന്നോട് കാണിച്ചു, എന്തെല്ലാം കാണിച്ചു. അന്തസ്സായി 11,000 വോട്ടിന് ഞാനിപ്പോഴത്തെ MLA ജയിപ്പിച്ചു കൊടുത്തു. ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ 11,000 വോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാനൊരു 10-20 വർഷം അവിടെ പ്രവർത്തിച്ച് 2-3 തവണ MLA ആയപ്പോഴല്ലേ ഈ മുകളിലോട്ട് വന്ന വോട്ട്. ഞാൻ അവിടെ തന്നെ 126 വോട്ട് തോറ്റതല്ലേ 87 അതേ മണ്ഡലത്തിൽ. 5,000-ന് VS തോറ്റതല്ലേ, 2,000-ന് ചന്ദ്രനാനന്ദൻ തോറ്റതല്ലേ. ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഞാൻ ആദ്യം 12 കിട്ടി, പിന്നെ 17 കിട്ടി, 23 കിട്ടി. എല്ലാം വളർച്ച വന്ന് പ്രവർത്തിച്ച് പല മേഖലകളിൽ വരുന്ന പല പല കാര്യങ്ങൾ ചെയ്ത് അതുകൂടെ ബോധ്യപ്പെട്ടപ്പോഴല്ലേ എതിരാളികൾ വോട്ടുകൂടെ വന്നത്. ഞാൻ തന്നെ സെക്രട്ടേറിയറ്റിൽ പേര് പറയുന്നത് മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ആരും പറയത്തിൻ്റെ പേര്, ഒരു മനുഷ്യനും പറയില്ല. അങ്ങനെ ഒരു പ്രോമിനൻറ്റ് ക്യാരക്ടറായിരുന്നില്ല. 11,000 വോട്ടിന് ജയിച്ചു. തോറ്റു പോകുമെന്ന് പറഞ്ഞായിരുന്നത്. കണ്ടോ? ജയിച്ചതിന് ശേഷം എൻ്റെ പ്രവർത്തനത്തെ ആക്ഷേപിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ആരെങ്കിലും ചെയ്യുമോ? പിണറായി തന്നെ എന്നോട് ചോദിച്ചു, കോടിയേരി ചോദിച്ചു. എന്നെ ഒരു താക്കീത് ചെയ്തിട്ടാണ് ചോദിച്ചത്. അതായത് എൻ്റെ കാര്യമൊന്നുമില്ല, ഒരു പരാതിയൊക്കെ വന്നത് അന്വേഷിച്ചു, അതങ്ങനെ പോയി. പക്ഷേ ജയിച്ചു കഴിഞ്ഞ് എന്തിനാ ആക്ഷേപം ഉന്നയിച്ചെന്ന് എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു താക്കീതും തന്നിട്ടല്ലേ ഇത് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല അത് പറഞ്ഞു. ഇതായിരുന്നു ആ 11,000 ജയിച്ചു. എന്നിട്ട് അന്വേഷിച്ചത് കഴിയും. എൻ്റെ കൂടെ ക്യാബിനറ്റിൽ ഇരുന്ന ആളാണ്. ശരിക്കാണോ അന്വേഷണം നടത്തിയത്? സത്യസന്ധമാണോ? അവിടെ എന്നെപ്പോലെ ഒരാളെ പറ്റി ഇത് പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുക. അദ്ദേഹമാണ് ഇവിടെ VS കൊണ്ട് മാറിയ ശേഷം പാർട്ടിയെ വളർത്തിയതെന്ന് പറഞ്ഞവരോടൊക്കെ കയർത്ത് സംസാരിച്ചു. ആരെ കമ്മീഷൻ ഞാൻ ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നു. അത് ഞാൻ അത്ര പറയുന്നു. അപ്പോൾ അദ്ദേഹം 1.5 ലക്ഷത്തിന് പറ്റില്ല, 1.5 lakhs അങ്ങനെ പറ്റും. ആരെങ്കിലും ചെയ്തിട്ടാണ്. കഴിഞ്ഞ ഇവിടെ 85,000 ഉണ്ടല്ലോ കുറവ്. അപ്പോൾ ഈ വോട്ടങ്ങനെ നഷ്ടപ്പെട്ടത് തന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ജനം വോട്ട് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നും അതിനകത്തില്ല. ആരും ഒന്നും ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും. എനിക്ക് 23,000 കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ 3 തവണ ജയിച്ചതിന് ശേഷം 4ാമത്തെ തവണ 2 തവണ ജയിച്ച് 3ാമത്തെ തവണയല്ലേ കിട്ടിയത്. ഞാൻ വെറും പാർട്ടി മെമ്പറായിരുന്ന സലാമിനെ കയറ്റി ഇവിടെ എല്ലാം കൊണ്ടുവന്ന ശേഷം കിട്ടുമ്പം അയാൾക്ക് കുറച്ച് നേരം പ്രവർത്തിച്ചു. എന്നിട്ട് 11,000 കിട്ടിയില്ലേ. VS-ന് 5,000 കുറഞ്ഞ മണ്ഡലത്തിൽ. അതൊരു സന്തോഷം ഉണ്ടാവേണ്ട ഇതാണ് ചെയ്തത്. അത് എന്നെ ഒരുപാട് കാര്യം ചിന്തിപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞല്ലോ. എനിക്ക് വേറെ ഇടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഓരോരുത്തർ പലതും ഞാൻ കാണിച്ചില്ല, കാണിക്കുന്ന പ്രശ്നമില്ല. ഈ 2021 ഇലക്ഷൻ മത്സരിക്കേണ്ടെന്ന് മാറ്റി നിർത്തിയപ്പോൾ വിഷമമുണ്ടായിട്ടുണ്ടോ? എന്തൊരു വിഷമം? എനിക്കെന്തൊരു വിഷമം? ഞാനല്ല ഇയാളുടെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. സെക്രട്ടേറിയറ്റിൽ സലാമിൻ്റെ പേര് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, ആരും പറയത്തില്ലല്ലോ. സുധാകരൻ പറഞ്ഞല്ലേ ഞങ്ങളത് ആ പേര് പരിഗണിക്കുന്നത്. എന്നോട് കോടിയേരി പറഞ്ഞതല്ലേ. അവർ വേറെ വല്ലവരും പരിഗണിച്ചാൽ എനിക്കങ്ങനെ ഇല്ല. അദ്ദേഹത്തെ പറ്റി എല്ലാം എനിക്കറിയാമെങ്കിലും ഞാനവിടെ എൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചതല്ലേ. അവിടെ ഉള്ളതിൽ അയാളാണ് സെക്രട്ടറി. അത് ജപിച്ചു. അപ്പോൾ എനിക്കത്രയേ ഉള്ളൂ. എനിക്കെന്തൊരു വിഷമം? എനിക്കെന്തൊരു വിഷമോ പറ. എനിക്ക് യാതൊരു വിഷമത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്തിന്? അല്ല അതല്ല, അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്.
ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ട്? ഇല്ലല്ലോ. ഞാൻ ഒഴിയാൻ 2020 മിനിസ്റ്ററുടെ ലാസ്റ്റ് പീരീഡിൽ തന്നെ ഞാൻ ഒഴിയാൻ തയ്യാറായിരിക്കുക. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു ഒഴിവെന്ന് അങ്ങോട്ട് അപ്പോൾ 2 ടൈം കൊണ്ടുവന്നല്ലോ, 2 ടൈം. ഇപ്പോൾ 1 ടൈമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 ടൈം ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഇത് മാറ്റണം അടുത്ത തവണ. അല്ല ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം പോകും. അന്ന് 2 ടൈമാണ്. എന്നിട്ട് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്? കിട്ടിയതെല്ലാം വലിച്ചു വാരി തന്നു. ഞാനോ 62 വർഷം പാർട്ടി വർക്ക് ചെയ്തു, എല്ലായിടത്തും പ്രവർത്തിച്ചു. 2 ടൈം ഇരുന്ന് ആരെല്ലാം ഉണ്ട്? ഞാൻ മാത്രമാണ്. അതൊരു പൊളിറ്റിക്കൽ ക്രിമിനൽ ഗ്യാങ് ഈസ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആലപ്പുഴ. സംബഡി ഈസ് ലീഡിങ് ഇറ്റ്. പക്ഷെ അവരൊക്കെ നശിച്ചു പോകും. ജനങ്ങൾക്കറിയാം. എല്ലാ സമുദായങ്ങളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച മുസ്ലിം വോട്ടേഴ്സാണ്. എല്ലാവരും സഹായിച്ചു. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ ആ ബൂത്തല്ല എനിക്ക് മെജോറിറ്റി. എൻ്റെ ഒരു വിലയിരുത്തൽ ആലപ്പുഴ ജില്ല ഒരു വർഗീയതയില്ലാത്ത വിഭാഗം മുസ്ലിങ്ങളാണ്. മറ്റേ BJP പൊളിറ്റിക്സ് ഒരു വിഭാഗത്തിനുണ്ടല്ലോ, ഒരു വർഗീയത. മുസ്ലിം ലീഗ് ഇല്ലല്ലോ. കായംകുളത്ത് മാത്രമേ ഉള്ളൂ 3 ലീഗ് മെമ്പർമാർ. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ മുസ്ലിം ലീഗ് മെമ്പറല്ല. പണ്ട് 9 പേരുണ്ടായിരുന്നു, ഒറ്റയാളും ഇല്ലല്ലോ. വോട്ട് കൊടുത്തില്ല. എല്ലാവർക്കും ഇടതുപക്ഷത്തിൽ ജയിപ്പിച്ചു കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനിൽ. സോ മുസ്ലിംസ് ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം ആയതുകൊണ്ട് അവർ വോട്ട് കൊടുക്കത്തില്ല. അവർ വോട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞത്. നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇതൊക്കെ ഞാൻ ആഴത്തിൽ പഠിച്ച് വിലയിരുത്തുന്ന ഒരാളാണ്. എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക, അതെല്ലാം നാട്ടുകാർ വായിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ പൊതുവായിട്ടുള്ള ബൗദ്ധിക തലമെന്ന് പറയുന്നത് ഒരു ഇല്ലുമിനേറ്റിംഗ് അല്ലല്ലോ. ഒരു ഇല്ലുമിനേറ്റിംഗ് ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ലെവൽ കാണുന്നില്ലല്ലോ. ആലപ്പുഴയിൽ മുസ്ലിം വോട്ട്സ് കിട്ടുമായിരുന്നു അല്ലേ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മത്സരിക്കണമെന്ന് പറയുന്നത് തുല്യമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുവരെ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും മുസ്ലിം ബൂത്തിലല്ല എനിക്ക് മെജോറിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും ഇലക്ഷൻ വോട്ടുണ്ട്. മുസ്ലിങ്ങൾ അവരുടെയാണല്ലോ ചിലപ്പോൾ കിട്ടാതെ വരുന്നത്. അതെല്ലാം ഉണ്ട്. നിത്യൻസിൻ്റെ ഉണ്ട്, ജീവരുടെ ഉണ്ട്, പിന്നെ നായർ, ഈഴവ ആൻഡ് ദളിത് നമുക്ക് തന്നെ പണ്ട് മുതൽ. അല്ല എല്ലാവരും 100-200ഓളം ബൂത്തുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൽ 22 ബൂത്തോറ്റ UDF ലീഡ് ചെയ്തുള്ളൂ. എൻ്റെ എതിർത്ത ഒരു മുസ്ലിമാണ്, അറിഞ്ഞിരിക്കണം. ഷെയ്ഖ് പി ഹാരിസ്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലാണ്, പാലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എൻ്റെ സുഹൃത്ത് അബീഖ് സാഹിബിൻ്റെ കൊച്ചുമോൻ പി ഹാരിസിൻ്റെ മോനല്ലേ. ഒരു മുസ്ലിമാണ് മത്സരിച്ചത്. അപ്പോഴാണ് എനിക്ക് മെജോറിറ്റി ബൂത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അത് കൊടുത്തില്ല. വെറും 40,000 വോട്ടേ കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 50,000 ഉണ്ടായിരുന്നു എന്നോട് മത്സരിക്കുമ്പോൾ. വെറും 40 കിട്ടിയുള്ളൂ. ഈ ആലപ്പുഴയുടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ VS-ന് ശേഷം പാർട്ടി ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പിടിച്ചെറിയത് G. സുധാകരൻ. പക്ഷേ പാർട്ടി പലതവണ അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട്. പാർട്ടി ആ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് അല്ല, എന്നോട് വേറെ നടപടിയൊന്നും ഈ താക്കിയതല്ല ഒന്നും ഉണ്ടായി. ഏറ്റവും അവസാനത്തെ ഈ താക്കിയത് ആ താക്കിയത് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാമായിരുന്നു ഒരു ഇതായിരുന്നു. അല്ല, താക്കിയതല്ലാതെ ഒരു നടപടി എൻ്റെ പേരിലുണ്ടായിട്ടില്ല. അത് മാത്രം. അതൊന്നും താക്കിയതിലൊന്നും പുറത്താക്കാനായിരുന്നല്ലോ ഉദ്ദേശം. ഈ ആരോപണം ഉന്നയിച്ചവരുടെയും കമ്മീഷൻകാരുടെയും ഉദ്ദേശം. പക്ഷേ കമ്മീഷണറുടെ വൈക്കമ്മീഷനോ TP രാമകൃഷ്ണനോ ഒരു ദോഷം ചെയ്തില്ല. കാര്യമാണ് അത് സംവിധാനം. അതായിക്കോട്ടെ. ഈ അറിയത്തില്ല എന്താണെന്ന് അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. എനിക്കറിയില്ല. അതെന്തായാലും കഴിഞ്ഞല്ലോ. ഞാൻ അതിന്മേൽ സെൻട്രൽ കമ്മിറ്റിക്ക് അപ്പീൽ കൊടുത്തില്ലല്ലോ. എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യം തോന്നില്ല. ചർച്ച കഴിഞ്ഞ് ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് ഈ നടപടിയൊക്കെ ലഘൂകരിച്ച് പോയത്. ഞാനും കൈവക്കി നടപടിക്ക്. ഞാനും കൈവക്കിയാണ് അവിടെ. അല്ല, ഞാൻ കൈ താഴ്ത്തുണ്ട്, ഡിസൻറ്റ് പറഞ്ഞില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അത് കഴിഞ്ഞ് എന്നെ ഉടനെ പിണറായി വിളിക്കുക. നടപടി കഴിഞ്ഞ് വെളിയിലോട്ട് നാക്കിയത് കഴിഞ്ഞ് ഞാൻ ഏകദേശം വേണ്ടി പോയി റൂമിൽ പോയി. അല്ല, ജയിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തിനാണ് ഈ പരാതി പറഞ്ഞത്? നമ്മൾ എനിക്കും അതെല്ലാം സംശയം. കോടിയേരി അപ്പുറത്ത് അദ്ദേഹം ഇത് തന്നെ ചോദിക്കുക. പോട്ടെ, ഞാനതൊക്കെ വിലക്കെടുത്തു. അത്ര ഞാൻ പറയുന്നുണ്ട്. ഇന്നും സഹ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പഴയ ഒരു വ്യത്യാസം. എന്നെ വിളിച്ചല്ലോ ഇലക്ഷൻ കാലത്ത് വേണ്ടത്തേക്ക്. ഞാൻ പോയല്ലോ. എനിക്കത്ര യാത്ര ചെയ്യാൻ ഏകണി ഞാൻ പോയി. ഇവിടെ ക്യാമ്പയിന് വന്നപ്പോൾ ട്രാവലർ ഹോട്ടലിൽ ഇരുന്നിട്ട് എന്നെ വിളിക്ക് വേണ്ടി ഞാൻ പോയല്ലോ. മുമ്പ് ഇതെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞാൽ സംഘടനാപരമായി എനിക്ക് ഉത്തരവാദിത്വമില്ല, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ 72 യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. അപ്പം ഞാനിവിടെ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും എന്നുള്ള ഞാനിപ്പോൾ ഭീതിയോടെ ഓർക്കുക. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് പേരെന്തായാലും അഡീഷണലായിട്ട് ചെയ്യുമല്ലോ. ഇല്ലായിരുന്നെങ്കിലോ ഞാൻ പ്രസംഗിച്ചു. 72 ഒരൊറ്റയാൾ അത്ര യോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരൊറ്റയാൾ.
പിണറായി സാഹിബ് മേജറായ 3 വലിയ റാലി പ്രസംഗം, അങ്ങനെ ഒരു പാർലമെൻറ്റ് 3 നടത്തേ ഉള്ളത്, അദ്ദേഹം അങ്ങ് പോയി. പിന്നെ വലിയ ആൾക്കൂട്ടായിരുന്നു. ഞാൻ അങ്ങോട്ടുള്ളടക്കം വരെ പെരുമ്പളം ദ്വീപിൽ വരെ പോയി പ്രസംഗം, അവിടെ ഭൂരിപക്ഷം കിട്ടി.